മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖ സൗകര്യപ്പെടല്ലേ നാം ജീവിക്കുന്നത്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം പേര് നമ്മൾ കിട്ടും. എപ്പോഴും നാം അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 16 അധ്യായത്തിൽ ധനവാനും ലാസറിനും ഒരു കഥയുണ്ട്. ആ കഥ നമ്മെ ഇതിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ? ഒരു ധനവാനുണ്ടായിരുന്നു. ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടമുള്ള ഭക്ഷണവും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അയാളുടെ പതിവാണെങ്കിൽ ലാസർ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നിരുന്നു. ദേഹമാസകള് വ്രണങ്ങളായി കിടന്നിരുന്ന ലാസറിന് നായ്ക്കൾ വന്ന് നക്കും. ധനവാൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ നോക്കിയിരിക്കും. ധനവാനാവട്ടെ അതൊന്നും ശ്രദ്ധിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. മാലാഖമാർ വന്ന് ലാസറിനെ സ്വർഗ്ഗത്തിലോട്ട് കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. നരകത്തിലെ തീച്ചൂളയിൽ കിടന്ന് അലറിക്കരഞ്ഞു. കണ്ണുകൾ ഉരുട്ടി നോക്കിയപ്പോൾ അങ്ങ് ദൂരെ അബ്രഹാത്തിന്റെ മടിയിൽ ലാസർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ, എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ. അപ്പൊ അബ്രഹാം പറഞ്ഞു, നീ ജീവിച്ചിരുന്നപ്പോൾ നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? ലാസറിന് കത്തറുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മളുടെ നടുവിൽ വലിയൊരു ഗർത്തമാണ്. പിന്നെ എങ്ങനെ ലാസറിനെ അയക്കാനാ? അപ്പൊ ധനവാൻ പറഞ്ഞു, ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്കാവോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാൻ രക്ഷപ്പെടട്ടെ. നമുക്ക് ലാസറിനെ പോലെ സ്വർഗത്തിൽ പോവണ്ടേ? പാവങ്ങളെ സഹായിക്കുകയും അവരോട് സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്തുകൊണ്ട് ജീവിക്കാം. നന്ദി, നമസ്കാരം, ജയ്.